Infinix INBOOK X1 Slim. നമ്മൾ ഇൻഫിനിക്സിൻ്റെ നേരത്തെ ആദ്യം പുറത്തിറക്കിയ ഇൻഫിനിക്സ് X1 എന്ന ലാപ്ടോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. സത്യസന്ധമായി പറയുന്നു, ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അതാണ്. യാതൊരു പ്രശ്നമില്ല. സാധാരണ ഇൻഫിനിക്സ് സ്മാർട്ട് ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ലാപ്ടോപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ ഇൻഫിനിക്സിൻ്റെ X1 എന്ന ലാപ്ടോപ്പിനെ വിശേഷിപ്പിക്കാം. എന്നാൽ ഇപ്പോഴിതാ ഇൻഫിനിക്സ് കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലാപ്ടോപ്പ് വന്നിരിക്കുന്നു. ഇൻഫിനിക്സ് X1 സ്ലിം എന്ന പേര്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രത്യേകത ഇൻഫിനിക്സ് X1 എന്ന മോഡലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സ്ലിമാണ്. പേരിൽ സൂചിപ്പിക്കുന്ന പോലെ സ്ലിമാണ്. ഇൻഫിനിക്സ് ഈ ഒരു ലാപ്ടോപ്പിന് കൊടുത്തിരിക്കുന്ന ടാഗ് പോലും ലൈറ്റർ ദാൻ എയർ എന്നാണ്. അതായത് വായുവിൻ്റെ പോലും വെയിറ്റ് ഇല്ലാത്ത ലാപ്ടോപ്പ്. അത്രയും സ്ലിം ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ഇൻഫിനിക്സ് X1 സ്ലിം. 4 വ്യത്യസ്ത നിറങ്ങൾ ലഭിക്കുന്നു എന്ന് ഇതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് തന്നെ നമുക്ക് കാണുന്നുണ്ട്. യെസ്, അപ്പോൾ ഈ ലാപ്ടോപ്പ് നല്ല ലൈറ്റ് വെയിറ്റ് കേട്ടോ. ഇതിൻ്റെ ചാർജിങ് കേബിളും ചാർജറും, ഇത് 65 വാട്ടിൻ്റെ ചാർജറാണ് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ചാർജിങ് കേബിൾ കണ്ടില്ലേ, ടൈപ്പ് സി ടു ടൈപ്പ് സി ആണ്. അപ്പോൾ ഇത് മൾട്ടി യൂസ് ഉണ്ട്. അതായത് നമുക്ക് സാധാരണ നമ്മുടെ മൊബൈലിൻ്റെ ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിളിന് പകരമായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഈ ചാർജർ മൊബൈലിനകത്ത് 65 വാട്ടിൻ്റെ സപ്പോർട്ട് ഉള്ളതിനകത്ത് ഉപയോഗിക്കാം. അങ്ങനെ മൾട്ടി യൂസ് ഉള്ള ഒരു ചാർജറാണ്. നല്ല കാര്യം. പിന്നീടുള്ളത് ഇതിൻ്റെ യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതേ ഇരിക്കുന്നു നമ്മുടെ ലാപ്ടോപ്പ്. വാവ്, അടിപൊളി. ബ്ലൂ കളർ വേരിയൻ്റ് ആണ് ഇത്തവണ നമുക്ക് വന്നിരിക്കുന്നത്. അടിപൊളി. കാഴ്ചയിലൊക്കെ മറ്റേ ഇതിൻ്റെ പ്രീവിയസ് ജനറേഷൻ ഇൻബുക്ക് X1 പോലെ തന്നെ ഇതുപോലെ ഒരു ഡുവൽ ടോണിലാണ് ഇൻബുക്ക് X1 നൽകിയിരുന്നത്. ഇവിടെ ഇൻബുക്ക് X1 സ്ലിമ്മും ആ ഒരു സെയിം ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വെറും 1.24 kg മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ്. വളരെ വെയിറ്റ് കുറവാണ്. അതുമാത്രമല്ല ഇതിൻ്റെ കനം നോക്കി വളരെ സ്ലിം പ്രൊഫൈലാണ് നൽകിയിരിക്കുന്നത്. വെറും 14.8 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു ലാപ്ടോപ്പ് തിക്നെസ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ വിലക്കുറവിൽ വിൽക്കുകയാണ് ഈ ഒരു ലാപ്ടോപ്പ് എങ്കിലും ഇതിനകത്ത് ബിൽഡ് ക്വാളിറ്റിക്ക് യാതൊരു കുറവും ഇൻഫിനിക്സ് വരുത്തിയിട്ടില്ല. ഇത് മെറ്റാലിക് ബോഡിയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ മെറ്റാലിക് ബോഡി നൽകിയിരിക്കുന്നത് വലിയ ഒരു കാര്യം. അലുമിനിയം അലോയ് കൊണ്ടാണ് ഈ ഒരു ബോഡി തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ ഇൻഫിനിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും ബിൽഡ് ക്വാളിറ്റി അപാരം. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഒറ്റ വിരൽ കൊണ്ട് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നോക്കട്ടെ. യെസ്, ഈസി. ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് പോലും കണ്ടില്ല. ഇത് എൻ്റെ ഈ ഒരു തമ്പ് കൊണ്ട് ഞാൻ ഈസി ആയിട്ട് ഒറ്റ വിരൽ കൊണ്ട് ഇതുപോലെ ഞാനിത് ഓപ്പണാക്കി. അടിപൊളി. അപ്പോൾ കിടിലൻ ഒരു ലുക്കുണ്ട്. ഇവിടെ ഇതുപോലെ ഇൻഫിനിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് വന്നിരിക്കുന്നത് ഇൻറ്റൽ കോർ i3 ആണ്. അതായത് ബേസ് വേരിയൻ്റ് ആണ് ഇൻറ്റൽ കോർ i3 ഉണ്ട്, i5 ഉണ്ട്, i7 ഉണ്ട്. അതിനകത്ത് തന്നെയും i3യിൽ 2 വേരിയൻ്റ് ഉണ്ട്, i5ൽ 2 വേരിയൻ്റ് ഉണ്ട്, i7ൽ 1 വേരിയൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ആയിട്ട് ഇതുപോലെ പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നു. നമ്മൾ ഓൺ ചെയ്യുന്നു. ഇതിൻ്റെ പോർട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു HDMI പോർട്ട് കാണാം, USB പോർട്ട്, അതുപോലെ ഒരു ടൈപ്പ് സി പോർട്ട് കാണാം. വലത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു കെൻസിങ്ടൺ ലോക്ക് കാണാം. അതായത് നമുക്ക് ഈ ഒരു ലാപ്പ് എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതുപോലെ വീണ്ടും ഒരു USB പോർട്ട്, ദെൻ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്, USB ടൈപ്പ് സി ചാർജിങ് പോർട്ട് രണ്ടാമത്തേത്, അതുപോലെ മൈക്രോ SD കാർഡിൻ്റെ ഒരു സ്ലോട്ടും ഇവിടെ വലത് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ ഒരു താഴ്ഭാഗം നോക്കിക്കഴിഞ്ഞാൽ മോഡൽ നെയിമും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സൈഡിലായിട്ട് ഇതുപോലെ സ്പീക്കർ വെൻറ്റുകൾ നമുക്ക് കാണാം. ഇവിടെ ഒരു ഹീറ്റ് വെൻറ്റ് വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് യുണീക്കാണിത് എന്ന് പറയുന്നത്. അതായത് ഫ്ലിപ്കാർട്ടിലൂടെ ആണ് ഇവർ യുണീക്കായിട്ട് ഇത് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 4 റബ്ബർ ബുഷുകളാണ് ഈ ഒരു ലാപ്ടോപ്പ് ഇതുപോലെ ടേബിളിൻ്റെയൊക്കെ പുറത്ത് റെസ്റ്റ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 14 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 300 nits ആണ്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇൻഡോർ ബ്രൈറ്റ്നസ് ഓക്കെയാണ്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒരു 300 nits അത്രത്തോളം ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. കാര്യം 300 nits കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ നമ്മളെപ്പോഴും ലാപ്ടോപ്പ് റൂമുകൾക്കുള്ളിൽ ഇരുന്നാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ 300 nits ഓക്കെ എന്ന് പറയേണ്ടി വരും. അപ്പോൾ 300 nits ബ്രൈറ്റ്നസ് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫുൾ HD റെസൊല്യൂഷൻ ആണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ. മാത്രമല്ല ഇതിന് 100% sRGB കൊടുത്തിട്ടുണ്ട്. അതായത് കളർ കറക്ഷൻ പക്കയാണ്. നമുക്ക് ഏകദേശം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന അതേ ഒരു കളർ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അത്രയും മനോഹരമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കളർ
റീപ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ ലഭിക്കും. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ നമ്മളിൽ കണ്ടാൽ കൃത്യമായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു കളർ, ഓവർ കളർ വരില്ല, നാച്ചുറൽ ആയിട്ടുള്ള കളറായിരിക്കും ഈ ഒരു 100% sRGB നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ. അതുപോലെ ഈ ഒരു കീബോർഡ് വന്നിട്ട് ഇത്തരത്തിൽ ബാക്ക് ലിറ്റ് കീബോർഡാണ്. 3 മോഡുകൾ, അതായത് ഓഫ് മോഡ്, ഒരു മീഡിയം ബ്രൈറ്റ്നസ്, കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ലൈറ്റിംഗ്, ആ ഒരു 3 രീതിയിൽ ഇതിൻ്റെ ഒരു കീബോർഡിനകത്ത് ബാക്ക് ലിറ്റിംഗ് നൽകിയിട്ടുണ്ട്. അത് വലിയ കാര്യം. ഈ ഇതിനകത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ നല്ല ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കീ ട്രാവൽ ഡിസ്റ്റൻസ് ഒക്കെ ഓക്കെയാണ്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ സാമാന്യം തരക്കേടില്ലാത്ത ഒരു ട്രാക്ക് പാഡ് ഏരിയ, ഒരു ആവശ്യത്തിനുള്ളൊരു സൈസ് ഈ ട്രാക്ക് പാഡിനുണ്ട്. കുഴപ്പമില്ലാത്തൊരു ട്രാക്ക് പാഡ് ഏരിയയും ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ ചൂടൊക്കെ ആയാൽ അതിനെ പെട്ടെന്ന് തണുപ്പിക്കാനായിട്ട് ഇൻഫിനിക്സ് ഐസ്റ്റോം കൂളിംഗ് എന്ന പേരിൽ വിളിക്കുന്ന ഒരു കൂളിംഗ് സിസ്റ്റവും ഈ ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ലാപ്ടോപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമ്മളിത് റിവ്യൂ ചെയ്ത ഒരു ലാപ്ടോപ്പിലും കണ്ടിട്ടില്ല. ഇവിടെ ഫംഗ്ഷൻ കീ പ്രസ് ചെയ്തുകൊണ്ട് സ്പേസ് ബാർ കീ ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് ക്യാമറയുടെ 2 സൈഡിലും ഇത്തരത്തിൽ ഡ്യുവൽ സ്റ്റാർ LED ഫ്ലാഷ് ലൈറ്റ് തെളിയും. അതായത് നമുക്ക് ഇരുണ്ട വെളിച്ചത്തിലൊക്കെ ഇരുന്ന് നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ആ ഒരു LED ഫ്ലാഷ് ലൈറ്റ് അതിന് സഹായിക്കും. എന്തിനാണ് ഇരുണ്ട വെളിച്ചത്തിൽ ഇരുന്ന് വീഡിയോ കോൾ ചെയ്യേണ്ടി വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ ഡ്യുവൽ LED ഫ്ലാഷ് ലൈറ്റ് ഇൻഫിനിക്സിൻ്റെ ഒരു മുഖമുദ്രയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇൻഫിനിക്സിൻ്റെ വളരെ വില കുറഞ്ഞ ഒരു 6500 രൂപ റേഞ്ചിലുള്ള ഹോട്ട് സീരീസിലെ സ്മാർട്ട് ഫോണുകൾ പോലും ഫ്രണ്ടിൽ ഇത്തരത്തിൽ LED ഫ്ലാഷ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അത് ഈ ഒരു ലാപ്ടോപ്പിലും ഇൻഫിനിക്സ് മറന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയട്ടെ. ഇനി ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് 720p റെസൊല്യൂഷനിൽ 30 frames per second വരെയുള്ള വീഡിയോകൾ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും നമുക്ക് വീഡിയോ കോൾ ചെയ്യാനും ഒക്കെ സാധിക്കും. കുഴപ്പമില്ല, ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി, ഒരുപാട് ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഓക്കെ എന്ന് പറയാം. തൽക്കാലം ഒരു വീഡിയോ കോളിങ്ങിനൊക്കെ ഈ ഒരു ക്യാമറ ഓക്കെയാണ്. അടുത്തതായിട്ട് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ മുതൽ ഞാൻ പറയുന്ന പോലെ 3 വേരിയൻറ്റ് മെയിൻ ആയിട്ടുണ്ട്. അതായത് i3 ഉണ്ട്, i5 ഉണ്ട്, i7 ഉണ്ട്. i3യിൽ തന്നെ 2 സബ് വേരിയൻറ്റുകൾ, അതായത് 8GB RAM 256GB SSD, പിന്നീട് ഒന്ന് 8GB RAM 512GB SSD. അടുത്ത i5ലേക്ക് വരുമ്പോൾ 8GB 512ഉം അതുപോലെ 16GB 512ഉം. എന്നാൽ i7ലേക്ക് വരുമ്പോൾ 16GB 512 മാത്രം. ഓർക്കുക, ഇതിൻ്റെ ഇൻ്റൽ 10th ജനറേഷൻ പ്രോസസ്സറാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. നിലവിൽ ഇൻ്റൽ 11th ജൻ പ്രോസസ്സർ വരുന്ന ലാപ്ടോപ്പുകളുണ്ട്, പക്ഷേ ഇതിനകത്ത് 10th ജനറേഷനാണ് നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്ന റാം എന്ന് പറയുന്നത് LPDDR4X റാമാണ്. അതുപോലെ ഇതിനകത്തുള്ള SSD എന്ന് പറയുന്നത് NVMe PCIe 3 SSD ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ SSD നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെയും നമ്മൾ ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ഇൻ്റൽ i3 8GB 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഓപ്ഷൻ എടുത്താൽ പോലും ബൂട്ടിംഗ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. വിൻഡോസിൻ്റെ ആ ഒരു ലോഡിംഗ് ഒക്കെ SSD ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ 256GB അധികം ഫയലുകളൊന്നും സ്റ്റോർ ചെയ്യാൻ ഇനഫ് അല്ല എന്നുള്ളത് ഓർമ്മിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബേസ് വേരിയൻ്റ്, അതായത് 8GB 256 i3 എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ i3യിൽ തന്നെയുള്ള 8GB 512GB ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ വിൻഡോസ് 11 എഡിഷൻ ആണ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത്. അതുപോലെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രീ ഇൻസ്റ്റാൾഡ് അല്ല, അത് നമ്മൾ ലൈസൻസ്ഡ് വെർഷൻ പർച്ചേസ് ചെയ്യേണ്ടതാണ്. വിൻഡോസ് 11 ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുമുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ക്വാളിറ്റി നമുക്ക് നോക്കാം. ഈ ഒരു ലാപ്ടോപ്പിനകത്ത് DTS ഓഡിയോ സപ്പോർട്ട് ഇൻഫിനിക്സ് നൽകുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയാണ് ഇപ്പം നമ്മൾ കേട്ടത്. കുഴപ്പമില്ല, സ്റ്റീരിയോ ക്വാളിറ്റി സ്പീക്കറുണ്ട്. നേരത്തെ പറഞ്ഞ DTS ഓഡിയോ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ബോട്ടം ഫയറിംഗിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം 2 നൽകിയിരിക്കുന്നത്. ടേബിളിൻ്റെ പുറത്ത് വെച്ചാൽ സൗണ്ട് അടഞ്ഞു പോകുന്നില്ല. കാരണം ആ ഒരു 4 ബുഷിനകത്താണ് ഇത് റെസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സൗണ്ട് അങ്ങനെ നിന്ന് അടഞ്ഞു പോകുന്നില്ല. പക്ഷേ ഒരു ഭയങ്കര വോളിയം ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വോളിയും മനോഹരമായിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു ലാപ്ടോപ്പിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ വീഡിയോ ക്വാളിറ്റി ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ മനോഹരമായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി തന്നെ നൽകുന്നുണ്ട്. കളർ നേരത്തെ പറഞ്ഞതുപോലെ ഓവർ സാച്ചുറേഷൻ ഒന്നുമില്ല, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, അതിനകത്ത് 4K വീഡിയോകൾ പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ 8K വീഡിയോകൾ വരെയും നമുക്കിതിനകത്ത് ആ ഹൈ റെസൊല്യൂഷനിൽ തന്നെ നമുക്ക് യൂട്യൂബിൽ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ക്വാളിറ്റി നൽകുന്നുണ്ട്. സൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭയങ്കര വോളിയം ഇല്ല എന്നുള്ളത് ഒഴിച്ചാൽ മനോഹരമായിട്ടുള്ള ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഈ ഒരു ലാപ്ടോപ്പ് സമ്മാനിക്കുന്നു. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ
ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ 55 വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് ഈ ലാപ്ടോപ്പിന് കരുത്ത് പകരുന്നത്. അത് ചാർജ് ചെയ്യാൻ നേരത്തെ നമ്മൾ കണ്ടതുപോലെ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ലാപ്ടോപ്പിൽ നൽകിയിട്ടുണ്ട്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ലാപ്ടോപ്പിനോടൊപ്പം തന്നെ നൽകുന്നുണ്ട്. വെറും 90 മിനിറ്റ് കൊണ്ട്, അതായത് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് 100% ചാർജിങ്ങിൽ എത്തിക്കാനും സാധിക്കും. കോസ്മിക് ബ്ലൂ, നോബിൾ റെഡ്, സ്റ്റാർഫാൾ ഗ്രേ, ഒറോറ ഗ്രീൻ എന്നീ 4 നിറങ്ങളിലാണ് ഈ ഒരു ലാപ്ടോപ്പ് ലഭ്യമാകുന്നത്. അതിനകത്ത് ആ ഒരു നോബിൾ റെഡ് എന്ന് പറയുന്ന കളർ വെറൈറ്റിയാണ്. നമ്മൾ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ കളർ എന്ന് പറയുന്നത് കോസ്മിക് ബ്ലൂ എന്ന കളർ വേരിയൻ്റ് ആണ്. എന്ത് തന്നെയായാലും ഈ 4 കളർ വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ലഭ്യമാണ്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. i3യിൽ ഏറ്റവും ലോവർ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 256GB ഇതിൻ്റെ വില എന്ന് പറയുന്നത് ആക്ച്വൽ വില 29,990 പക്ഷേ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 2000 രൂപ വീണ്ടും കുറയും. അതായത് 27,990 നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇനി i3യിൽ തന്നെ ഹയർ വേരിയൻറ്റ് 8GB 512GB അതെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ വില ആക്ച്വൽ വില 32,990 ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ചാൽ 2000 രൂപ വീണ്ടും കുറയും. അതായത് 30,990 നമുക്ക് വാങ്ങാം. ഇനി മീഡിയം വേരിയൻറ്റ് i5നകത്ത് നമുക്ക് 8GB 512GB വില എന്ന് പറയുന്നത് 39,990 ആക്സിസ് ബാങ്ക് കാർഡ് ഉപയോഗിച്ചാൽ 3000 രൂപ കുറച്ച് നമുക്ക് 36,990 വാങ്ങാൻ സാധിക്കും. i5ലെ ഹയർ വേരിയൻറ്റ് 16GB 512GB ഇതിൻ്റെ വില എന്ന് പറയുന്നത് 44,990 ആക്സിസ് ബാങ്ക് കാർഡ് ഉപയോഗിച്ചാൽ 3000 രൂപ കുറയും 41,990 വാങ്ങാം. i7ൽ ഒറ്റ വേരിയൻ്റേ ഉള്ളൂ, ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് i7 വിത്ത് 16GB RAM 512GB അതിൻ്റെ വില 49,990 രൂപയാണ്. പക്ഷേ ആക്സിസ് ബാങ്ക് കാർഡ് ഉപയോഗിച്ചാൽ വീണ്ടും 3000 രൂപ കുറച്ചുകൊണ്ട് നമുക്ക് 46,990 രൂപയ്ക്ക് വാങ്ങാം. അപ്പോൾ നമ്മളുടെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് ഇല്ലെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയൊക്കെ ആരുടെയെങ്കിലും ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്താൽ ഈ പറഞ്ഞ ഹയർ വേരിയൻറ്റുകൾക്കെല്ലാം i3 ഒഴികെയുള്ള മറ്റെല്ലാ വേരിയൻറ്റിലും 3000 രൂപയുടെ ഡിസ്കൗണ്ട് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ടോപ്പ് വേരിയൻറ്റിന് പോലും 46,990 വാങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഓക്കെയാണ്, ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ഗെയിമിങ്ങോ അതുപോലെ വലിയ എഡിറ്റിംഗ് വർക്കുകളോ ഒന്നും ഇതിനകത്ത് സാധ്യമല്ല. ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക്, പഠിക്കുന്നവർക്ക്, അല്ലേ മറ്റ് ജോലി ചെയ്യുന്നവർക്ക്, അതായത് ഗെയിമിങ്ങും എഡിറ്റിങ്ങും ഒഴികെയുള്ള ബാക്കി കാര്യങ്ങൾ, അത്രയും ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തും.